അസ്സലാമു അലൈക യാ നൂറസ്സബാഹി. അല്ലാഹുമ്മ അഹ്യിനി, പടച്ചോനെ എന്നെ ജീവിപ്പിക്കണേ. മാകാനത്തിൽ ഹയാത്തു ഖൈറലിക്ക്, ജീവിതം ഖൈറാവുമ്പോ എന്നെ റാഹത്തിൽ ജീവിപ്പിക്കണേ. പിന്നെയോ വതവഫനി, എന്നെ മരിപ്പിക്കണേ. ഇദാ കാനത്തിൽ വഫാത്തു ഖൈറല്ലി, എനിക്ക് വഫാത്ത് ഖൈറാകുന്ന സമയത്ത് എന്നെ മരിപ്പിക്കണേ. ജീവിതം ഖൈറാവുമ്പോ ജീവിക്കണം, മരിക്കണം. മരണം ഖൈറാവുമ്പോ മരിപ്പിക്കണം. നമ്മളിപ്പോ അങ്ങനെയല്ല പറയല്, പഠിച്ചോനെ എപ്പോഴാ മരണം ഖൈർ എന്നറിയില്ല, ആ സമയത്ത് ആഖിബത്ത് നന്നായി മരിക്കാൻ തൗഫീഖ് ചെയ്യണേ എന്ന് പറയാം. അല്ല എന്താ പറയല്, എന്ത് വിഷമമുണ്ടായാലും പറയരുത്. അതൊക്കെ എന്താ അറിയോ, ഈ വിഷമങ്ങളൊക്കെ ഈ കൽബക്ക് കണ്ട് ഓവർ അടിച്ച് കയറ്റിയിട്ടാണ്, പിന്നെ പിടിച്ചിക്കാൻ കഴിയാത്ത. ഹിമ്മത്തുള്ള കൽബുണ്ടെങ്കിൽ എന്തോ പിടിച്ചിക്കാൻ കഴിയും. അത് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതാണ്. എല്ലാവരും, ചെറിയവരും വലിയവരൊക്കെ ഈ ടെൻഷൻ, വിഷമം, രോഗം, ഇതൊന്നും കൽബിൻ്റെ ഉള്ളിൽ വരും. അതൊക്കെ മനസ്സിലിങ്ങനെ കിടന്ന് കളിച്ചു. അത് അവിടെ ഡോക്ടറെ കാണിക്കണം, മറ്റേ ഡോക്ടറെ കാണിച്ചാൽ മാറും. ഇന്നാൾ മറ്റവന് കാണിച്ചപ്പോൾ എന്തായി, മാറിയില്ലേ. ഇവിടെ വലിയ ഹോസ്പിറ്റലില്ലേ, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം മനസ്സിനോട്. മനസ്സിന്റെ പണി അതാണല്ലോ, തിരിപ്പിച്ചല്. എന്നാ കൽബിൻ്റെ ഉള്ളിലോ, എന്റെ പടച്ചോൻ തന്നെങ്കിൽ ഉണ്ടാവും. ഇനിയിപ്പോ എത്ര ഡോക്ടർ നോക്കിയിട്ട് എന്താ കാര്യമുള്ളത്? മാറോ? മാറാം, ഇതിൻ്റെ മാറും. മാറാമിതില്ലെങ്കിലോ മാറൂല്ല. ഞാൻ അങ്ങനെ മരിക്കണിക്ക് സ്വർഗം കിട്ടിയ കാരം മതി, കൽബിന്റെ പണി. അപ്പൊ ഇനി എന്താവുക, ഇങ്ങനെ ആലോചിച്ച അപ്പൊ മാറും. അതിപ്പോ അടുത്തോടത്ത് പോയി മാറും, ആ പ്രശ്നമാക്കല്ല. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇന്നലത്തെ കുറച്ച് കുറവ് കാണുന്നുണ്ടല്ലോ, ഇത് കുറച്ചൊക്കെ ഉഷാറാണ്. അങ്ങനെ രോഗം മാറാത്തതിന് കാരണം അങ്ങനെയാണ്. രോഗം മാറാത്തതിന് കാരണം രോഗവും ഒരഭിമാനമായി മാറി തുടങ്ങിയിരിക്കണെന്ന് ചില ആൾക്കാർക്ക്. എടുക്കാ, ഞാൻ ഡോക്ടറെ അടുത്ത് പോവാ, അങ്ങനെ പോവാ, അതൊക്കെ ഒരു ആനന്ദം. ഞാൻ നാളെ കോഴിക്കോട് പോകണ്ടിട്ടോ, ഡോക്ടറെ കാണിക്കാൻ പോകേണ്ട ഡേറ്റ് അയക്കണേ. അതൊക്കെ വല്ല കല്യാണത്തിനാണ് ഒരു ആനന്ദമായിട്ട് കാണാം. പിന്നെ ഇവിടുന്ന് രോഗം മാറണേ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുമ്പോ പോകും, പോണിന് പറ്റിയല്ലേ, ഇതൊരു ആസ്വാദനമായിട്ട് ഇത് വേണ്ടിട്ടോ ഡോക്ടറെ അടുത്ത് കൊണ്ടിട്ടോ ഇതൊക്കെ പറഞ്ഞ് ഭയങ്കര വിളിയാളൊക്കെ നടത്തുക. അങ്ങനെയല്ല, നമ്മളതിങ്ങനെ അത് ചിന്തിക്കുകയേ ചെയ്യരുത്. രോഗം ഉണ്ടാവും, മാറും ചേച്ചി വെക്കാറ്. അങ്ങനെ കുറവുണ്ട് തന്നെയാണ് തോന്നുന്നുണ്ട്. ഇനി ഡോക്ടർമാരും പറയേണ്ടത് അങ്ങനെയാണ്. അങ്ങനെ കണ്ട് ഇന്നലത്തിനേക്കാളും ഭയങ്കര മൂർച്ഛിച്ചിക്കണല്ലോ, ICU കയറ്റേണ്ടി വരും കേട്ടോ എന്ന് പറയാം. എന്താവും, അങ്ങനെ 4 ഡോക്ടർമാരത് കണ്ടോ ICU തന്നെ കയറ്റേണ്ടി വരും. അപ്പൊ ഇവനും അതായില്ലേ ചിന്ത. അവരങ്ങനെ പറഞ്ഞാൽ നമ്മളെന്താ പറഞ്ഞ, ICU ഒന്നും കയറേണ്ടി വരില്ല കേട്ടോ, നിങ്ങളെന്താ വിചാരിച്ചിരിക്കണേ, ഞാൻ ICU ഒന്നും ഉണ്ടാവില്ല അറിയാം. അതിനെ പറയേണ്ടത്. അപ്പൊ ശരിയാവും. അപ്പോൾ നമ്മളെപ്പോഴും നല്ലത് മാത്രം ചിന്തിക്കുക, എപ്പോഴും ഇങ്ങനെ എന്താ സന്തോഷം ചിന്തിക്കുക. അങ്ങനെയൊക്കെയാണ് വരികയാണെങ്കിൽ, രോഗം കടുപ്പുണ്ട് മരിക്കുന്നൊക്കെ തോന്നുകയാണെങ്കിൽ സ്വർഗമൊക്കെ ചിന്തിക്കണം. ഇവിടെ ഇപ്പം എന്തായാലും ഒരു ദിവസം മരിച്ചാൽ നേരെ സ്വർഗത്തേക്ക് എത്തിയാൽ നല്ല സുഖല്ലേ. ശ്രോതാക്കളെ കൂടെ ഇങ്ങനെ പാറി പറന്ന് നടന്നൂടെ എന്നാണ് ചിന്തിച്ചാൽ പോരെ, കഴിഞ്ഞല്ലോ. പിന്നെ നിങ്ങൾക്ക് ഉണ്ടായാൽ ചിന്തിക്കൂല എന്നിട്ട് പറയണ്ടോ? പറയണ്ട കേട്ടോ, ഞാനങ്ങനെ തന്നെ ചിന്തിക്കല്. ഞാനുണ്ടാവും ചിന്തിക്കൂല എന്ന് പറയരുത്. പാലം കടന്ന കഥാവരുത് അറിയാം, പോയാടന്നേ കഥാവാൻ പാടില്ല. നമ്മൾ പറയണം, ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കും. അതാവും എന്താ ഒന്നും ആവൂല. ചില ആൾക്കാരൊക്കെ ഒന്ന് കാർക്ക് കുറച്ച് തുപ്പണ നേരത്തെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഷോർട്ടായിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്താവും, നീരിറങ്ങിയ വെട്ടിട്ടൊക്കെ തുള്ളി രക്തേറ്റ വന്നു എന്ന് സങ്കല്പിക്കുക. അപ്പൊ പോഞ്ഞിട്ടുണ്ടാവും. എന്തിന്? ഒന്നിച്ച് രക്തം പരിഗണിച്ചിട്ടേ എന്തോ അത്രേ ഉള്ളൂ. ഞാൻ പടത്തിന്റെ വീട്ടിലെ കുട്ടിയെന്നീ, ഓന് വർഷങ്ങളായിട്ട് വയറ്റുന്ന ബ്ലഡ് എന്നോ ഓവറായിട്ടാണ് പോകും. പറ്റ പോയി ടയർഡാവുമ്പോൾ വേഗം ഡോക്ടറെ ഇംഗ്ലീഷിലൊന്നും മരുന്നില്ല എന്ന് പറഞ്ഞു. അത്രേ, അത് നിൽക്കൂല എന്ന് പറഞ്ഞു. എന്നാലും എനിക്കൊരു ടെൻഷനും ഇല്ല എന്ന് പറഞ്ഞു. ശരീരം ഇങ്ങനെ പോവും, ബ്ലഡ് ഇങ്ങനെ ഓവർ പോവല്ലേ. അങ്ങനെ ക്ഷമിക്കുക, ലക്ഷ്യമുള്ള കുട്ടികൾ. അള്ളാഹു പൂർണ്ണമായ ശിഫ കൊടുക്കട്ടെ. ശിഫ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മള്. ശ്രദ്ധിച്ചോ, അതും കൂടി പറഞ്ഞു നിർത്തല്ലേ. وعن عبد الله بن خباب بن الأرت رضي الله عنه ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല
ശക്കൗനാ ഇലാ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഞങ്ങള് പരാതി പറഞ്ഞു. എപ്പോ? വഹുവ മുസ്തവസ്സിദും ബുർദതൻ ലഹു, മുത്തനബി തങ്ങളെ ഒരു പുതപ്പ് ഇങ്ങനെ തലക്ക് വെച്ച് കിടക്കുകയാണ്. ഫീ ദില്ലിൽ കഅബ, കഅബയുടെ തണലിലേന്ന്. നല്ല വെയിലാണേ. ചെറുതായിട്ട് ഇങ്ങനെ വരുമ്പോ ചെറിയ സൈഡിൽ ഉണ്ടാവുമല്ലോ, അപ്പൊ ആ സൈഡിൽ ഇങ്ങനെ തലക്ക് വെച്ച് ഇങ്ങനെ കിടക്കാണ്. അപ്പൊ ഞങ്ങൾ ചെന്ന് കണ്ടു, നിങ്ങൾ എന്താ ഇങ്ങനെ കിടക്കണ്, ഞങ്ങൾക്ക് വേണ്ടി ദ്വാരിക്കണമെന്നില്ല, ഞങ്ങൾ എന്തോ ഒരു ബുദ്ധിമുട്ടിലാണ്. മനസ്സിലാവുണ്ടോ? അതാ ഞങ്ങൾ ചെന്നുകാട് പറഞ്ഞ അലാ തസ്തൻസിറുലന, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സഹായം തേടുന്നില്ലേ? അലാ തദൂലന, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദ്വാരിക്കണില്ലേ ചോദിച്ചു. നിങ്ങൾ ഇവിടെ കിടക്കണോന്നർത്ഥം. ഫഖാല, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത് ശരി, കുറച്ച് ബുദ്ധിമുട്ട് ഇപ്പൊ വന്നിക്കണില്ലേ, അതാണ് ഇപ്പൊ ഈ പറയണതില്ലേ ചോദിച്ചു. ഖാദ് കാന മൻ ഖബ്ലക്കും, നിങ്ങളെ മുമ്പുള്ളവരായിരുന്നു, യുഖദുർ റജുലു, ഒരു മനുഷ്യൻ ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുവരും, ഫയുഹ്ഫറു ലഹു ഫിൽ അർളി, ഭൂമിയിൽ അയാൾക്ക് വേണ്ടി ഇങ്ങോട്ട് കുഴിക്കും, ഫയുജഅലു ഫീഹാ, ആ കുയ്യിൽ അയാൾ അങ്ങോട്ട് ഇറക്കി നിർത്തും. ആരെ വരെ കണ്ടില്ല നിങ്ങള്? മേന്മാരിലെ കണ്ടില്ലേ? അതല്ലോ, പാവങ്ങളെ കൊണ്ടുപോയിട്ട് കുഴിച്ചു മൂടിയിട്ട് ഇത്ര വരെ മണ്ണിൽ മൂടിയിട്ട് ഇങ്ങനെ തലങ്ങ നിർത്തുക, എന്നിട്ട് ഇങ്ങനെ പലതും കാണിക്കുക. തല മാത്രല്ലേ ആളുകളുള്ളൂ, ഇവിടുന്നാണ്ട് മണ്ണ് കയറിയ ശ്വാസം തിങ്ങുവേ. എന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാ, ശ്വാസം തിങ്ങ, അങ്ങനെ കുറേശ്ശെ മണ്ണ് ഇങ്ങനെ ഇടുക, ശിക്ഷിക്ക. ഇതൊന്നിപ്പോ ഏതെങ്കിലും ലോകത്തെ കഥ അല്ല ഇപ്പൊ ഈ പറയണതേ, ഈ 21-ാം നൂറ്റാണ്ടിൽ നടന്ന സംഭവമാണ്. അല്ലാഹ് ഫയുജഅലു ഫീഹാ, എന്നിട്ട് ആ കുഴിയിൽ അങ്ങോട്ടാക്കുന്നു. എന്നിട്ട് സുമ്മയുത്താ ബിൽ മിൻശാർ, ഒരു വാളിനെ ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവരും. ഫയൂളഉ അലാ റഅസിഹി, അയാളെ തലന്റെ മോളിൽ ഇങ്ങോട്ട് വെക്കും. എന്നിട്ടോ അയാളോട് പറയും, മതത്തിന്ന് നീ മാറണം എന്ന് പറയും. മാറൂല എന്ന് പറഞ്ഞാലോ, ഫയുജഅലു നിസ്ഫൈൻ, അയാളിങ്ങനെ കീറി രണ്ട് പൊളിയാക്കുന്നത് വരെ അങ്ങോട്ട് കീറും. പച്ച ശരീരം പടഞ്ഞ് അരിഞ്ഞ് മുറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ അങ്ങനെ ജീവൻ പോവും. പക്ഷെ ഓല് നീട്ട് പോലും ഇതായിട്ടില്ല, ഒരിക്കലും മടങ്ങിയിട്ടില്ല എന്നോ. മറ്റു ചിലരെയോ ഇരുമ്പിന്റെ മാന്തികളെ കൊണ്ടുവരും. എന്നിട്ടോ അതുകൊണ്ട് മാന്തും. മാദൂന ലഹ്മിഹി വഅദ്മിഹി, അവരെ എല്ലും ഇറച്ചും വേറിടാൻ മാത്രം. മാദൂന ലഹ്മിഹി വഅദ്മിഹി, എല്ലും എന്നിങ്ങണ്ട് ഇറച്ചിങ്ങണ്ട് വേറെടുത്ത് പച്ചില് മരിച്ചിട്ടല്ല, നിർത്തിയിട്ട് ഇങ്ങോട്ട് മാന്തിയിട്ടുണ്ട്. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇടുക്ക് ഇങ്ങോട്ട് പൊളിഞ്ഞിട്ട് പോരാ മാന്തണേ കൂടെ. നമ്മളെ ചരമാന്തില്ലേ വീട്ടില്, അടുത്തൊന്ന് മാന്തി വെക്കാൻ മെല്ലെ, അപ്പറേ വേദന. ഇത് ഈ മനുഷ്യന്, ജീവുള്ള മനുഷ്യന് മാന്തിയിട്ട് പൊളിച്ച് ഓരോ ശരീരം എടുക്കുക. ഇതൊക്കെ വിശ്വാസത്തിന്റെ പേരിൽ ചെയ്തൊരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലേ എന്നാ ചോദിക്കണം മുത്തുനബി. എന്നിട്ട് ആ പ്രവണതകളൊന്നും ഓന്റെ ദീനൊന്നും ഓനെ പിന്തിരിപ്പിച്ചിട്ടില്ല. അപ്പൊ ഇനി വാളുകൊണ്ടുണ്ട്, തലയിൽ വെക്കുന്നുണ്ട്, തല മുറിച്ചല്ലോ, ഇനിയിപ്പോ എന്റെ വാക്യം പോകും, ഞാൻ ഇപ്പൊ മരിച്ചാൻ പോവാണ്, അതുകൊണ്ട് ഞാൻ മടങ്ങുന്നു പറഞ്ഞോ? ഇല്ല, അങ്ങനെയാണ് ഷഹീദായി പോയി. വല്ലാഹി, നിങ്ങളിങ്ങനെ ബേജാറായിട്ട് നടക്കൊന്നും വേണ്ട. വല്ലാഹി ലയുതിമ്മന്നല്ലാഹു ഹാദൽ അംറാ, ഈ കാര്യത്തെ അള്ളാഹു പൂർത്തിയാക്കും. ഈ കാര്യം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ദീനിന്റെ കാര്യത്തെ പൂർത്തിയാക്കും. ഇങ്ങക്കിപ്പോ കുറച്ച് അങ്ങോട്ട് പോകാൻ പണി, ഇങ്ങോട്ട് പോകാൻ പണി, എന്നാ ശ്രദ്ധിച്ചോളി ണ്ടോ. ഹത്താ യസീറ റാകിബു മിൻ സ്വന്നാ ഇലാ ഹദറമൗത്ത്. സ്വന്നാ മദീന ഷരീഫിന്റെ ഒരറ്റം, പിന്നെ ഹദറമൗത്ത് മറ്റേ അറ്റ. ഹദറമൗത്ത് നിന്ന് വന്നവരല്ലേ, കേട്ടില്ലേ? ഹദറമൗത്ത് കേട്ടില്ലേ? ഹദറമൗത്ത് നിന്ന് ഹദറമൗത്ത് എത്ര? സ്വന്നായിൽ നിന്ന് ഹദറമൗത്തിലേക്ക് 578 കിലോമീറ്റർ ഉണ്ട്. 578 കിലോമീറ്റർ. മക്ക മുക്കറമയിൽ നിന്ന് മദീന ഷരീഫിക്ക് എത്ര? ഉംറ പോയില്ലേ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അടുത്തു പോകും.
ആ പോയവരൊന്നുമില്ല അവിടെ. 451 കിലോമീറ്റർ ഉള്ളേ. ഇത് 578. അപ്പൊ നീണ്ട രണ്ടറ്റത്തെയാണ് പറഞ്ഞു അവിടുന്ന് ഒരു ആടിനെ വിട്ടാ ഇവിടം വരെ ആട് പോരും, ഒന്നും പിടിച്ചൊന്നുമില്ല. അതാ ഒരു യാത്രക്കാരൻ നടന്നു പോകും മദീനത്തിന് അലീമത്തും ബിൽ യമനി. എടാ എന്നാ ഷാമിലാണെന്നുണ്ട്. അതാ ഇലാ ഹദറമൗത്ത്, ഹദറമൗത്തിലേക്ക് വരും. ഹദറമൗത്തിലെ തെരീമെന്ന് വന്നു എന്നൊക്കെ പറഞ്ഞിട്ടില്ല നമ്മള്. ആ ഉണ്ടോ? ഇവിടെ കിലോമീറ്റർ ഒന്നും കൊടുത്തില്ല. ഞാൻ നോക്കുമ്പോ കിലോമീറ്റർ അങ്ങനെ എത്രയാ പറഞ്ഞേ? 500. നിങ്ങളതിനെ കണക്ക് വേപ്പിച്ചാലോ? നിങ്ങൾ പറയുമ്പോ കണക്കിന്റെ ആളല്ലേ. മദീന ഷരീഫിലേക്കുള്ള ദൂരം മക്ക മുക്കറമീന്നാണ് ഞാൻ പറഞ്ഞത്. എത്ര? 451 അല്ലെങ്കിൽ 450. നേരെ മറിച്ച് സ്വന്നായിൽ നിന്ന് ഹദറമൗത്തിലേക്ക് 578. 570. നിങ്ങൾ ഗൂഗിൾ അടിച്ചു നോക്കി മക്കളെ, ഞാൻ വെറുതെ പറയില്ലല്ലോ. ഗൂഗിൾ രാജാവ് നമ്മളെ മുമ്പിലില്ലേ? ചോദിച്ചാ പോരെ, അപ്പൊ പറയും. അടിച്ചു നോക്കിയാ മതി. ക്ലാസ് എന്നൊക്കെ അങ്ങനെ അടിച്ചു നോക്കേ വിളവന്മാരെ. മനസ്സിലുണ്ടോ? ആ ഉണ്ടോ? ഇവിടെ വിഷയമൊന്നല്ല. ഇവിടെ നിങ്ങൾ ഈ പ്രയാസം അനുഭവിച്ചോളി. ഇനി വരാൻ പോകുന്ന ഒരു സുന്ദര കാലഘട്ടത്തെ കുറിച്ചാണ്. സ്വന്നായിൽ നിന്നൊരു ഒരാള് പോവുകയാണെങ്കിൽ ഹദറമൗത്ത് വരെ നടന്നാൽ ഓനാരും പിടിച്ചിട്ടുണ്ടാവില്ല. ആ ചെറുക്കം മക്ക മുക്കറം വരെ നടന്നില്ലേ ഏക്കൻ ഷിയാബ് നമ്മളെ സുഹൃത്തെ. മനസ്സിലായില്ല എന്തേ പറ്റിയോ? അതാണ് പറയണത്. ഉണ്ടാകും. ലാ യഖാഫു ഇല്ലല്ലാഹ്, അവൻ പടച്ചോനെ അല്ലാതെ ഒരാളെയും പേടിക്കേണ്ടി വരൂല. അയാളെ ആടുകളെ ചെന്നായ പിടിക്കോന്ന്, കാട്ടുകൂടെ കാടുകൾ വിട്ട ചെന്നേരെ പിടിച്ചൊന്നോന്ന് പേടിക്കേണ്ടി വരും. വലാകിന്നകും തസ്തഅജിലൂന, പക്ഷെ നിങ്ങൾ ഉളരിക്കലിനെ തേടുക. നിങ്ങൾ വന്നിട്ട് എന്താ ദ്വാരക്കണില്ലേ? ഇവിടെ സമാധാനമായിട്ടില്ല, നിങ്ങൾ ദ്വാരക്കണില്ലേ, പ്രശ്നങ്ങൾ നടക്കല്ലേ എന്നൊക്കെ ചോദിച്ചാലോ എല്ലാം റെഡിയാവും. കേട്ടോ? അതെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ശാന്തമായ കാലഘട്ടം വരുന്നവരെ ക്ഷമിക്കണമെന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഇങ്ങനെ ക്ഷമയെക്കുറിച്ച് പറയുന്ന പാഠങ്ങൾ ധാരാളമുണ്ട്. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. ഇനി കുറച്ച് ഫിഖ് പറയാനുണ്ടല്ലോ അല്ലേ? നടന്നോട്ടെ.